സുഷ്മയും സുമനും രണ്ടുപേരും ജ്യേഷ്ഠാനുജത്തിമാരായിരുന്നു. ചേട്ടത്തി സുഷ്മ വീട്ടിൽ വെജ് കറി ഉണ്ടാക്കും, പിന്നെ സുമൻ വീട്ടിൽ നോൺ വെജും ഉണ്ടാക്കും. എപ്പോൾ സുമന്റെ വീട്ടിൽ നോൺ വെജ് വെക്കുന്നുണ്ടോ അതിന്റെ മണം സുഷ്മയുടെ വീട്ടിൽ ഉറപ്പായും പോയിരിക്കും. അങ്ങനെ അന്നും വന്നു. ദീപക്, സുമൻ ചേട്ട ഇന്ന് കഴിക്കാൻ എന്താ ഉണ്ടാക്കുന്നത്? നല്ല മണം വരുന്നുണ്ട്. റിങ്കു ചേട്ടാ, ഇന്ന് അമ്മ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ചിക്കൻ ബിരിയാണി കഴിക്കാൻ തോന്നി, അതുകൊണ്ടാ. ചിക്കൻ ബിരിയാണി എന്ന് കേട്ടപ്പോൾ റിങ്കുവിന്റെ വായിൽ നിന്നും വെള്ളം വന്നു. അപ്പോൾ സുമൻ അങ്ങോട്ടേക്ക് വന്നു. ചിറ്റേ, ഇന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ടോ? ഹാ, ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. വേണോ? പക്ഷേ അമ്മ രാജ്മ ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട്. പോട്ടെ, ഞങ്ങളിന്ന് രാജ്മ ചോറ് തന്നെ കഴിച്ചോളാം. പക്ഷെ ചിറ്റേ, ഞങ്ങൾ നാളെ വരുന്നുണ്ട് കേട്ടോ. ചിറ്റ, ഞാനും വരട്ടെ? ആഹാ, പിന്നെന്താ, നീയും വാ. ഞാൻ ഒരുപാട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്, എല്ലാവർക്കും തരാം. റിങ്കുവും ഗിന്നിയും സുമന്റെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാനായി പോയി. അപ്പോൾ സുഷ്മ അവരെ തടഞ്ഞു. രണ്ടുപേരും എവിടെ പോകുന്നു? ഭക്ഷണമൊന്നും വേണ്ടേ? ഇല്ല അമ്മേ, ഞാനും ഗിന്നിയും ചിറ്റയുടെ വീട്ടിലേക്ക് പോവാ. അവിടെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. രാജ്മ ചോറ് നാളെ കഴിച്ചോളാം. ഇത് നിങ്ങളുടെ സ്ഥിരം പരിപാടിയാ. ഭക്ഷണം വേണ്ടെങ്കിൽ ഞാൻ എന്തിനാ ഇത് ഉണ്ടാക്കുന്നത്? നിങ്ങൾക്ക് എപ്പോഴും നോൺ വെജ് കഴിക്കാനാണ് ആഗ്രഹമല്ലേ? അറിയില്ല ഈ സുമൻ എന്തിനാണ് ഇങ്ങനെ നോൺ വെജ് ഉണ്ടാക്കുന്നതെന്ന്. അതിന്റെ കൂടെ എല്ലാവരെയും നോൺ വെജ് കഴിക്കാനും പഠിപ്പിച്ചു. നോൺ വെജ് കഴിക്കുന്നതിൽ തെറ്റെന്താമേ? നല്ലതല്ലേ? സുഷ്മ ഇത്രയും വർഷമായിട്ട് പിള്ളേർക്കും എനിക്കും ഉണ്ടാക്കി തന്നിട്ടേ ഇല്ല. സുമൻ വന്നതിന് ശേഷം കുട്ടികൾക്കെങ്കിലും നോൺ വെജ് കിട്ടുന്നുണ്ട്. രാജേഷ് ചേട്ടാ, കുറച്ച് ചിക്കൻ ബിരിയാണി തരുമോ? കഴിച്ചാലോ? കഴിച്ചോ അതോ ഇല്ലയോ? അയ്യോ, എവിടുന്ന് കഴിക്കാനാന്നേ? നിനക്കറിയാമല്ലോ ഞാൻ രാജ്മ കഴിക്കില്ല. ബിരിയാണി എടുക്ക്. കുറെ നാളായി എരിവൊക്കെ കഴിച്ചിട്ട്. ആഹാ, തരാം തരാം. വീട്ടുകാർ മുഴുവനും സുമന്റെ ഭാഗത്തായിരുന്നു. അവളുടെ നോൺ വെജ് ഭക്ഷണത്തിന് മുൻപിൽ വെജ് ഭക്ഷണം ആർക്കും ഇഷ്ടമല്ലായിരുന്നു, പ്രത്യേകിച്ച് സുഷ്മയ്ക്കും അമ്മയ്ക്കും. സുമ ഇതൊന്നും വകവയ്ക്കാതെ നോൺ വെജ് ഡിഷ് ചെയ്തുകൊണ്ടിരുന്നു. ചിലപ്പോൾ ഫിഷ് കറി, മുട്ടക്കറി, ചിക്കൻ, മട്ടൻ എന്നിങ്ങനെ. എന്നാൽ സുഷ്മയുടെ വെജ് ഭക്ഷണം അത്ര മോശമായിരുന്നില്ല. അവൾ വെജ് ഭക്ഷണം ടേസ്റ്റിയായി ഉണ്ടാക്കിയിരുന്നു. എന്നാലും നോൺ വെജുകാർക്ക് വെജ് ഭക്ഷണം വേണ്ടായിരുന്നു. നോക്ക്, ഞാനിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗോതമ്പിന്റെ റൊട്ടിയും കറിയും ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ കഴിക്കുന്നില്ലേ? വേണ്ട, ഞാൻ നാളെ കഴിച്ചോളാം. ഇന്ന് സുമൻ ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് അവരുടെ പാർട്ടിയാ. നീയും അമ്മയും കഴിച്ചോളൂ. കുട്ടികളും എന്റെ കൂടെ അവിടുന്നാ കഴിക്കുന്നത്. ഇത് നിങ്ങളൊരു സ്ഥിരമായി ശീലമാക്കിയിരിക്കുകയാണല്ലോ. എപ്പോഴും സുമന്റെ വീട്ടിലേക്ക് നോൺ വെജ് കഴിക്കാനായി പോകുന്നത്. അയ്യോ, നിന്റെ വീട്ടിലെ സാധാരണ ഭക്ഷണം ഒരിക്കലെങ്കിലും കഴിക്ക്. ഇപ്പോൾ അസുഖത്തിന്റെ സീസണാണ്. ഗോതമ്പിന്റെ റൊട്ടിയും കറിയും നന്നായിരിക്കും, അറിയാമോ? നിങ്ങൾ നല്ലതൊന്നും ഒരിക്കലും കഴിക്കരുത് കേട്ടോ. അപ്പോൾ സുമൻ അവിടേക്ക് വന്നു. ചേച്ചി, അമ്മേ, നിങ്ങളും അങ്ങോട്ടേക്ക് വരൂന്നേ. കുറച്ച് വെജ് ഭക്ഷണം ഞാൻ ഉണ്ടാക്കിത്തരാം. വേണ്ട വേണ്ട, ഞാൻ കഴിക്കാൻ അങ്ങോട്ടേക്ക് വരില്ല. എനിക്ക് മാംസം ഉണ്ടാക്കുന്നവരുടെ വീട്ടിൽ പോയി കഴിക്കാൻ വയ്യ. ഞാൻ ഇവിടെ തന്നെ കഴിച്ചോളാം. സുമൻ, നിനക്ക് അറിയാം ഞങ്ങൾ രണ്ടുപേരും ഇതുവരെ നോൺ വെജ് ഉണ്ടാക്കുന്നവരുടെ വീട്ടിൽ നിന്നും ഒന്നും കഴിച്ചിട്ടില്ലെന്ന്. കുഴപ്പമില്ല, നിങ്ങൾ കഴിച്ചോ. ഞാനിവിടെ ഗോതമ്പ് റൊട്ടിയും കറിയും ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനും അമ്മയും ഇത് കഴിച്ചോളാം, നീ കഴിച്ചോളൂ. സുഷ്മ പറയുന്നത് കേട്ട് സുമൻ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. കൂടെ നരേഷും ചിരിച്ചു. ചേച്ചി, നോൺ വെജിന്റെ അടുത്ത് വെജ് ഒന്നുമല്ല. ഇവർ നോൺ വെജ് അല്ലാതെ ഒന്നും കഴിക്കുന്നില്ല. നോൺ വെജ് എടുത്ത് മുൻപിൽ വെച്ചാൽ അവർ വെജിന്റെ കാര്യം തന്നെ മറന്നുപോകും. എനിക്ക് നന്നായി അറിയാം. ഞാനുണ്ടാക്കിയ ബട്ടർ ചിക്കൻ ഇവർ എന്ത് പെട്ടെന്നാ കഴിച്ചതെന്നറിയാമോ? ചേട്ടത്തി, ഈ വെജ് ഉണ്ടാക്കുന്നത് നിർത്തിക്കോ. നോൺ വെജ് കഴിക്കാൻ തുടങ്ങിക്കോ. അങ്ങനെ ആദ്യമായി സുഷ്മയ്ക്ക് വിഷമം വന്നു. അവളുടെ ഹൃദയം തകർന്നു. അവൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് ഒരുപാട് കുറച്ചു. അവൾ മനസ്സിലാക്കി വെജ് ഭക്ഷണം ഉണ്ടാക്കിയാൽ ആരും കഴിക്കില്ലെന്ന്. എല്ലാവരും നോൺ വെജാണ് കഴിക്കുന്നത്. അവൾ തന്റെ അമ്മയ്ക്കും തനിക്കും വേണ്ടി മാത്രം വെജ് ഉണ്ടാക്കി. സുഷ്മ രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കുന്നതും നിർത്തി. അമ്മേ, ഇന്ന് അമ്മ ഭക്ഷണം ഉണ്ടാക്കിയില്ലേ? ഇല്ല, ഞാനിനി ഭക്ഷണം ഉണ്ടാക്കില്ല. നിങ്ങൾക്ക് നോൺ വെജ് അല്ലേ ഇഷ്ടം? പൊയ്ക്കോ, ചിറ്റയുടെ വീട്ടിലേക്ക് പോയി അവിടെ നിന്നും കഴിച്ചോളൂ. എന്തുപറ്റി? ഇന്ന് കഴിക്കാനൊന്നുമില്ലല്ലോ. നിങ്ങൾ വീട്ടിൽ നിന്നും കഴിക്കുമെങ്കിൽ സുഷ്മ ഉണ്ടാക്കുമായിരുന്നു. നിങ്ങൾ എല്ലാ ദിവസവും സുമന്റെ വീട്ടിൽ നിന്നല്ലേ കഴിക്കുന്നത്? അങ്ങോട്ട് പൊക്കോ, അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കാണും. അമ്മ, ഒരുപാട് വിശക്കുന്നു, എന്തെങ്കിലും ഉണ്ടാക്കിത്താ. ഇന്ന് ഞാൻ ഒന്നും ഉണ്ടാക്കില്ല. അല്ല, ഇന്ന് മാത്രമല്ല, ഒരിക്കലും ഞാൻ ഭക്ഷണം ഉണ്ടാക്കില്ല ഇനി. നിങ്ങൾക്കുണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഉണ്ടാക്കിക്കോളൂ. സുഷ്മ തനിക്കും അമ്മയ്ക്കും വേണ്ടി മാത്രം ഉണ്ടാക്കി. അവൾ രാജേഷിനും കുട്ടികൾക്കും വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്നത് നിർത്തി. അപ്പോൾ രാജേഷും കുട്ടികളും ഒരുപാട് വിഷമിച്ചു. അവർ സുമന്റെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വരും. അവർ എപ്പോഴും നോൺ വെജ് കഴിക്കാനാണ് വിളിക്കുന്നത്. ഒരിക്കൽ സുമന് അസുഖമായി. ആരോഗ്യം തകരാറിലായിരുന്നു. അവൾക്ക് ടൈഫോയിഡ് പിടിപെട്ടു. അത് കാരണം അവൾ വളരെ ക്ഷീണിച്ചു. വീട്ടിലെ ജോലിയും ചെയ്യുന്നില്ല, ഭക്ഷണവും ഉണ്ടാക്കുന്നില്ല. സുമൻ, ഞാൻ സുഷ്മ ചേച്ചിയോട് പറയാം നിനക്ക് ചെറുപയറിന്റെ കിച്ചടി ഉണ്ടാക്കി തരാൻ. നരേഷ്, ഒന്നാമത് ചേച്ചി വീട്ടുകാരുമായി പ്രശ്നത്തിലാണ്. അവർക്ക് പോലും ഒന്നും ഉണ്ടാക്കി കൊടുക്കുന്നില്ല. അപ്പോൾ എനിക്കെങ്ങനെ ഉണ്ടാക്കിത്തരും? ഒരു വട്ടം ചോദിച്ചേക്കാം. അല്ലെങ്കിൽ വേണ്ട, ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. നരേഷ് അടുക്കളയിൽ കിച്ചടി ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ സുഷ്മ ഡബിയിൽ കിച്ചടി കൊണ്ടുവരുന്നു. നരേഷ്, ഞാൻ നിർത്തിക്കോളൂ, ഞാൻ കിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്.
സുമൻ കിച്ചടി കഴിക്കൂ, അത് നിനക്ക് നല്ലതാണ്. സുമൻ മോളെ ആരോഗ്യമൊക്കെ എങ്ങനെ പോകുന്നു? ഇപ്പോൾ ശരിയായി. ഡോക്ടർ പറഞ്ഞു ഞാൻ ഒരുപാട് ചിക്കൻ കഴിച്ചതുകൊണ്ടാണ് എനിക്ക് ടൈഫോയിഡ് വന്നതെന്ന്. കഴിക്കാനായി കിച്ചടിയും പിന്നെ പച്ചക്കറി സൂപ്പും പറഞ്ഞിട്ടുണ്ട്. നോൺവെജ് തീരെ പാടില്ലെന്ന് പറഞ്ഞു. കാരണം നോൺവെജ് ഈയിടെയായി കൊള്ളില്ലെന്ന്. മാർക്കറ്റിൽ ചീത്തയായ നോൺവെജ് വിൽക്കുന്നത് കൊണ്ട് അസുഖം പരക്കുന്നുവെന്ന്. പക്ഷേ എനിക്ക് വെജ് ഉണ്ടാക്കാൻ അറിയുകയും ഇല്ല. അയ്യോ, നീ ഭക്ഷണം ഉണ്ടാക്കുന്നത് തന്നെ നിർത്തിക്കോ. ടെൻഷൻ കള, ഞാനും അമ്മയും ചേർന്നുണ്ടാക്കിക്കോളാം. നീ കുറച്ച് ദിവസം വിശ്രമിക്ക്. ഞാൻ എല്ലാവർക്കും വേണ്ടി ഭക്ഷണം ഉണ്ടാക്കാം. നരേശനിയ ഞാൻ നോൺവെജ് ഉണ്ടാക്കില്ല, നീ വെജ് കഴിക്കുമല്ലോ അല്ലേ? സുഷമ പറയുന്ന കാര്യത്തിനോട് നരേഷും സമ്മതിച്ചു. അന്നു മുതൽ വീട്ടിൽ വെജ് മാത്രം ഉണ്ടാക്കി, നോൺ വെജ് ഇല്ല. ദീപക് മോനെ, ഞാൻ നോൺവെജ് ഉണ്ടാക്കിയില്ല, എന്തു ചെയ്യും? ഞാൻ നിനക്ക് വേണ്ടി വെജ് റൈസും പനീറും ഉണ്ടാക്കിയിട്ടുണ്ട്. നീയൊന്ന് കഴിച്ചു നോക്കിയിട്ട് പറ എങ്ങനെയുണ്ടെന്ന്. സത്യമായിട്ടും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പോൾ വെജ് കഴിക്കുമ്പോൾ നല്ല രുചിയുണ്ട്. ഇത് നോൺ വെജിനേക്കാൾ നല്ലതാ. കണ്ടോ, ഇപ്പോ വെജ് ഭക്ഷണം നോൺ വെജ് ഭക്ഷണത്തെക്കാൾ വലുതായി. ദിവസത്തിനു ശേഷം സുമന് ശരിയായി. ഞാൻ ചിന്തിക്കുന്നു നോൺ വെജ് ഉണ്ടാക്കുന്നത് നിർത്താമെന്ന്. എപ്പോൾ മുതൽ വെജ് കഴിക്കാൻ തുടങ്ങിയോ നോൺ വെജ് കഴിക്കാനേ തോന്നുന്നില്ല. ആ, അങ്ങനെയാണെങ്കിൽ നല്ലതാ. നമുക്കിനി കഴിക്കണ്ട, നമുക്കും ഇനി വെജാക്കാം. നീയും ഇനി വെജ് ഉണ്ടാക്കാൻ പഠിക്ക്, സുഷ്മ ചേച്ചിയെ പോലെ. ആ ദിവസത്തിനു ശേഷം സുമന്റെ വീട്ടിൽ നോൺ വെജ് ഉണ്ടാക്കുന്നത് നിർത്തി. അവളും സുഷ്മയുടെ പോലെ വെജ് ഉണ്ടാക്കി തുടങ്ങി. അമ്മേ, ചേച്ചി, ഇന്നെന്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കാമോ? ഇപ്പോൾ എന്റെ വീട്ടിൽ നോൺ വെജ് ഉണ്ടാക്കുന്നില്ല. ആഹാ, ഞാൻ ഉറപ്പായും വന്ന് കഴിക്കാം. എന്റെ ചെറിയ മരുമകളുടെ ഭക്ഷണം. ഞാനും എന്റെ നാത്തൂന്റെ കൈകൊണ്ടുള്ള ഭക്ഷണം ഉറപ്പായും കഴിക്കാം. എനിക്ക് സന്തോഷമായി നീ നോൺ വെജ് ഭക്ഷണം വിട്ടപ്പോൾ. ഇപ്പോൾ രണ്ടുപേരും ഒരുപോലെ ഉണ്ടാക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം കൊടുക്കുന്നു. സുമൻ അപ്പോൾ വളരെയധികം സന്തോഷമായി. അവൾ ചിന്തിച്ചിരുന്നു നോൺ വെജ് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്ന്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. വരൂ കുഞ്ഞു മരുമോളെ, വരൂ. ഞങ്ങളുടെ ഈ പാവപ്പെട്ട കുടിലേക്ക് നിനക്ക് സ്വാഗതം. നീലൻ ചെറിയ മരുമകളെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്തവളുടെ മുറിയിലേക്ക് ആക്കും. അകത്തേക്ക് വന്നു കഴിയുമ്പോൾ മരുമകൾ ബബിത 4 വശത്തും അങ്ങ് ചുറ്റിനും നോക്കും. ഇത് കണ്ട് അമ്മായിയമ്മ അവളോട് പറയും, എന്താ പറ്റിയത് മോളെ? എന്താ നോക്കുന്നേ? അമ്മ, ഈ മുറി വല്ലാതെ ചെറുതല്ലേ? എന്തേലും ആവട്ടെ, എന്റെ മുറി ഏതാണമ്മ? കല്യാണത്തിന്റെ ചടങ്ങൊക്കെ കഴിഞ്ഞപ്പോ ക്ഷീണമായി പോയി. എനിക്കൊന്ന് വിശ്രമിക്കണം. മോളെ, ഇത് തന്നെയാ നിന്റെയും ചേട്ടത്തിയുടെ മുറിയും. നിങ്ങൾ രണ്ടുപേരും ഇവിടെയാണ് നിൽക്കേണ്ടത്. എന്താണ് അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്റെ ഇപ്പൊ കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ, പിന്നെ എങ്ങനെയാ ചേട്ടത്തിന്റെ കൂടെ ഞാൻ ഈ മുറിയിൽ താമസിക്കുന്നത്? മോളെ, നിനക്കറിയാലോ ഇവിടത്തെ അവസ്ഥയൊക്കെ. ശരിക്കും ഈ ഒരു വീട്ടിലാകെയുള്ള ഈ മുറിയാ. ഉള്ളത് വെച്ച് ജീവിക്കാൻ പഠിക്കണം മോളെ. ഞാനാണെങ്കിൽ അടുക്കളയിലാണ് പാവിരിച്ച് കിടക്കുന്നേ. അവൾക്ക് നല്ലോണം ദേഷ്യം വരും. വൈകുന്നേരം ആകുമ്പോ ചേട്ടത്തി വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് പറയും, ഇന്നാ ബബിത, നിനക്ക് വേണ്ടി വെള്ളം. ഇനി എന്തെങ്കിലും വേണമെങ്കിൽ പറയണം. അങ്ങനെ 2 ചേട്ടനിയന്മാരും സ്വന്തം ഭാര്യയും കൊണ്ട് ഒരേ മുറിയിലാണ് കിടന്നത്. ഒരു മൂലയ്ക്ക് മൂത്ത മകനും ഭാര്യയും കിടന്നു, അപ്പുറത്തെ മൂലയിൽ അനിയനും ഭാര്യയും കിടന്നു. പാതിരാത്രി ആവുമ്പോ ബബിതയ്ക്ക് വൃത്തികെട്ടൊരു മണം വന്ന് അവൾ കണ്ണു തുറക്കും. എവിടെന്നാണ് ഈ വൃത്തികെട്ട മണം വരുന്നേ? ഏതാ പൂച്ച വന്ന് ഇച്ചിച്ച് ഇട്ട പോലെ ഉണ്ടല്ലോ മുറിയിൽ. അവൾ അവിടെ ഇവിടെയൊക്കെ തെരഞ്ഞു നോക്കും, പക്ഷെ ഒന്നും കാണില്ല. കുറച്ചേരം കഴിയുമ്പോ ചേട്ടത്തി എണീറ്റ് ഗ്യാസ് വിടും നല്ലോണം. അയ്യയ്യോ, അപ്പൊ ഇവരാണിതെല്ലാം ഒപ്പിക്കുന്നത്. ഉരുളക്കിഴങ്ങ് തട്ടിയിട്ടുണ്ടാവും എന്തായാലും. ഇവരെ ഉരുളക്കിഴങ്ങ് കഴിച്ചാ എന്താ, എന്റെ ജീവിതം പോയില്ലേ? ഈ ചേട്ടത്തി ഐറ്റം ബോംബ് വിട്ടോണ്ടിരിക്കുക. അവർക്ക് ഇത്തിരി പോലും നാണമില്ല. ഞാൻ എന്തൊക്കെ പ്രതീക്ഷിച്ചാണ് വന്നത്, ആദ്യരാത്രി ഇങ്ങനെ ആയിപ്പോയല്ലോ. ആദ്യരാത്രി എന്ന് പറയുന്നതേ സംഭവം ഇല്ല ഇവിടെ. അതിന്റെ അപ്പുറം ഈ ഗ്യാസും സഹിക്കണല്ലോ ഇവരുടെ. അപ്പോഴേക്കും ചേട്ടത്തിയമ്മയുടെ കണ്ണു തുറന്ന് അവളോട് പറയും, എന്തുപറ്റി, നീ ഇതുവരെ ഉറങ്ങിയില്ലേ? നിങ്ങളിങ്ങനെ ഗ്യാസ് വിട്ടോണ്ടിരുന്നാ ശരിക്കും ഉറങ്ങുന്നത് എങ്ങനെയാ? കൂട്ടത്തിൽ കൊതുക് വന്ന് നല്ല പാട്ടും പാടിത്തരുന്നുണ്ട്. നിനക്കറിയാലോ ഞാൻ പ്രഗ്നന്റ് ആണെന്ന് മോളെ. ഗ്യാസൊക്കെ ഇതിന്റെ കൂടെ പതിവാ. കിടന്ന് ഉറങ്ങിക്കോ, രാവിലെ എണീക്കണം. ബബിത തലയെഴുത്തെന്ന് പറഞ്ഞ അവിടെ അങ്ങ് കിടന്നുറങ്ങും. അടുത്ത ദിവസം മുഖം കാണുന്ന ചടങ്ങായിരുന്നു ബബിതയുടെ. അയൽവക്കത്തെ ആൾക്കാർ വരും. അല്ലയോ, മരുമകളെ കാണാൻ എന്തു ഭംഗിയാണ്. ഇളയ മരുമകളെ മൂത്ത മരുമകളെ പോലെ വിശേഷമൊക്കെ ആക്ക്, ഞങ്ങൾക്ക് സന്തോഷം വരട്ടേന്നേ. ആ, വിശേഷം വേണം അത്രേ. കല്യാണത്തിന്റെ ദിവസം തന്നെ ചേട്ടത്തിയുടെയും ചേട്ടന്റെ കൂടെയാണ് കിടന്നുറക്കം. പിന്നെ എങ്ങനെയാ? അതിന്റെ കൂട്ടത്തിൽ ഇവർക്ക് സന്തോഷ വാർത്ത കേൾക്കണം. പ്രൈവസി എന്ന് പറയുന്ന ഒരു കാര്യം ഇവിടെ ഇല്ല. അങ്ങനെ ഒരുപാട് ദിവസങ്ങളായി. അങ്ങനെ മൂത്ത മരുമകൾ സ്വന്തം അമ്മയോട് ഫോണിൽ സംസാരിക്കുന്നു. അപ്പുറത്ത് ബബിത സ്വന്തം ചേച്ചിയോട് സംസാരിക്കുകയായിരുന്നു. പക്ഷെ ഒരേ മുറിയിലിരുന്ന് 2 പേരും കൂടെ സംസാരിക്കുമ്പോൾ ശരിക്കും അങ്ങ് സംസാരിക്കാൻ പറ്റിയില്ല. അയ്യോ, ഇതെന്ത് കഷ്ടമാ. ഇനിയിപ്പോ ഫോണിൽ സംസാരിക്കാൻ പറ്റില്ല ഇവിടെ. അത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ ആ മുറ്റത്ത് പോയിട്ട് ഫോൺ വിളിച്ചാ പോരെ നിനക്ക്?
ഞാൻ എന്തിനാ പോകുന്നത്? നിങ്ങൾ വെയിലത്ത് പോയിട്ടിരുന്ന് സംസാരിച്ചോ എന്തായാലും. അയ്യയ്യോ, നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇത് പറഞ്ഞ് ചേട്ടത്തി അമ്മ അടുക്കളയിലോട്ട് ആഹാരം ഉണ്ടാക്കാൻ പോകും. കുറച്ചേരം കഴിഞ്ഞ് വൈകുന്നേരം വരുമ്പോ മുറിയില് സാധനങ്ങൾ മുഴുവൻ അവിടെ ഇവിടെ എല്ലാം കുളമായിട്ട് കിടക്കുന്നു. എന്താ ബബിത ഇത് കാണുന്നേ? മുറി മുഴുവനും കോലം കെട്ടു. ഈ നനഞ്ഞ തുണി എന്തിനാ എന്റെ ബെഡിലിട്ടത്? പിന്നെ ഈ തുണി എന്തിനാ ഇങ്ങനെ വെച്ചേക്കുന്നത്? ചേട്ടത്തി മറക്കണ്ട, ഇത് നിങ്ങളുടെ മാത്രമല്ല എന്റെ മുറിയും കൂടിയാണ് കേട്ടോ. പിന്നെ എന്റെ മുറിയിൽ എങ്ങനെ താമസിക്കണം എന്ന് എന്നെ ആരും പഠിപ്പിക്കാൻ വരണ്ട. ഗർഭവതിയായ മൂത്ത മരുമകൾ എന്നിട്ടും ആ മുറി മുഴുവനും ചൂല് വെച്ച് വൃത്തിയാക്കും. അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞ് മൂത്ത മരുമകളുടെ ഡെലിവറി സമയം അടുത്തു വന്നപ്പോഴേക്കും അമ്മായിയമ്മ 7-ാം മാസത്തെ ചടങ്ങ് തുടങ്ങും. അതിനുവേണ്ടി അനിത കണ്ണാടിയുടെ മുമ്പിലിരുന്ന് ഒരുങ്ങുകയായിരുന്നു. അത് കണ്ട് ബബിത അവളോട് പറയും, ചേട്ടത്തിയുടെ ഒരുക്കം കഴിഞ്ഞെങ്കിൽ ഒന്ന് കണ്ണാടിന് മുമ്പിൽ നിന്ന് മാറുമോ? എനിക്ക് ഒരുങ്ങണം. അതെ, ഇന്ന് ചടങ്ങ് നിന്റേതല്ല എന്റേതാണ് ശരിക്കും. നീ പിന്നീട് ഒരുങ്ങ്. അയ്യോ, എന്ത് കഷ്ടമായി. ഈ വീട്ടിലേക്ക് വന്നപ്പോഴേക്ക് ഒരു മുറി, ഒരു കണ്ണാടി, ഒരു ബാത്റൂം എല്ലാം ഉപയോഗിക്കണം. എല്ലാത്തിനും ഒരെണ്ണേ ഉള്ളൂ. ഇനി എത്ര നാളും ഞാൻ ഇതുപോലെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുമോ എന്തോ. അതെ, ഞാൻ എന്താ സുഖിച്ചാണോ ഇവിടെ ജീവിക്കുന്നേ? ആദ്യമൊക്കെ ഞാൻ എന്ത് സുഖമായിട്ട് ഈ മുറിയിൽ ജീവിച്ചേ. നീ വന്നതിനു ശേഷം ഈ മുറിയുടെ കോലമേ കെട്ടു. ദിവസം മുഴുവനും ചീത്തയാക്കി വെക്കും. നീ താമസിക്കുന്നുണ്ട് ഈ മുറിയിൽ, പക്ഷെ വൃത്തിയാക്കുന്നത് ഞാനാ. അങ്ങനെയാണോ? അപ്പൊ ഇത് നിങ്ങളുടെ മുറി മാത്ര? നിങ്ങൾക്ക് എത്ര അവകാശമുണ്ടോ അത്രയും എനിക്കുമുണ്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാതെ സംസാരിച്ച് അങ്ങേറ്റം വഴക്കാകും. വഴക്കിന്റെ ഇടയ്ക്ക് ബബിത വന്നിട്ട് അനിതേനെ അങ്ങ് ഉന്തും. ആ കിട്ടിയ ഉന്തിൽ ശരിക്കും അനിത കമന്നു വീഴാൻ പോയപ്പോൾ ഭർത്താവ് നരേഷ് വന്ന് അവളെ താങ്ങിപ്പിടിക്കും. ദൈവത്തിന് ഒരുപാട് നന്ദി, നീ വീണില്ലല്ലോ. വീണാൽ അനർത്ഥങ്ങൾ ഉണ്ടായനെ. എന്റെ മകൻ വന്ന് അനിതനെ താങ്ങി പിടിച്ചില്ലായിരുന്നെങ്കിൽ എന്റെ കുഞ്ഞു ഭാവയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചേനല്ലോ. രണ്ടുപേരും സ്വന്തം കാര്യം ആലോചിച്ചില്ലെങ്കിലും ഈ വരാൻ പോണ കുഞ്ഞിനെ കുറിച്ച് ആലോചിക്കണ്ടേ? എനിക്കറിയാം ഒരു മുറിയേ ഉള്ളൂ, അതുകൊണ്ടാ നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ട് വരുന്നത് എന്ന്. അതുകൊണ്ട് അതിന്റെ അർത്ഥം വഴക്കിടാൻ എന്നൊന്നും അല്ലാട്ടോ. കുറച്ചൊക്കെ നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കേണ്ടതാണ്. നമ്മളിപ്പോ പാവപ്പെട്ടവരാ, ഒരു മുറിയും കൂടെ ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ എന്റെ 2 പിള്ളേരും നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ടേ ഈ വീട് മുമ്പോട്ട് കൊണ്ടുപോകാൻ. പതുക്കെ മുറിയൊക്കെ നമുക്ക് പണിയാം. ഞങ്ങളോട് ക്ഷമിക്കണേ അമ്മ, ഞങ്ങൾക്ക് തെറ്റു പറ്റിയതാ. ഇനി ചെയ്യില്ല അമ്മ ഇങ്ങനെ. അതെ അമ്മ. മകൻ നരേഷ് അവരോട് പറയും, നിങ്ങളൊന്നുകൊണ്ട് വിഷമിക്കേണ്ട. താമസിയാതെ തന്നെ 3 മുറികൾ നിർമ്മിക്കാനുള്ള ഏർപ്പാടുണ്ടാക്കാം. നമ്മൾ വീട് വാങ്ങുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്കൊരു സർപ്രൈസ് തരാനുണ്ട്. നിങ്ങൾ വിഷമിക്കേണ്ട, നമ്മുടെ പ്രശ്നങ്ങളെല്ലാം ഉടൻ തീരും. ഇത് കേട്ട് 3 പേർക്ക് ഒരുപാട് സന്തോഷമാകും. ഇപ്പൊ 2 മരുമക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ സംസാരിച്ച് ജീവിക്കുന്നു. ഒരു മുറിയേ ഉള്ളൂ എന്ന് പറയുന്ന വഴക്കോ അവർ തമ്മിലില്ല ഇപ്പം. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ അവരുടെ വീട് ശരിയായി. അങ്ങനെ 2 പേരും സുഖമായിട്ട് അവരവരുടെ മുറിയിൽ ജീവിക്കാനും തുടങ്ങി. Thanks for watching.